ഹലോ മാഡം. ഹലോ. പറയൂ മാഡം, എന്താ വേണ്ടത്? ആരെ തട്ടേണ്ടത്? തട്ടിക്കളയേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരാളെ തട്ടിക്കൊണ്ടു പോകണം. തട്ടിക്കളഞ്ഞാ അത് നേരെ എന്നെ തിരിഞ്ഞു കൊത്തിയാലോ? അത് ശരിയല്ല. ഒരിക്കലും അവൾ ഇനി പുറം ലോകം കാണരുത്. എനിക്കത്രേ ഉള്ളൂ. വലിയ ഭിക്ഷകം കൊണ്ടുപോയേക്ക്. ഓക്കെ മാഡം, അതൊക്കെ ഞങ്ങൾ ഏറ്റു. ആരെയാണെന്നും കൂടി പറയണം. ഒരു കുട്ടിയെയാണ്. കുട്ടിയാണെങ്കിൽ ഇരട്ടി പൈസ വേണ്ടി വരും. കുട്ടികളെ ഞങ്ങൾക്ക് ഇവിടെ റോട്ടമെന്ന് പിടിക്കാവുന്നതല്ല. എല്ലാം ഉണ്ടാകും. അച്ഛനമ്മമാരില്ലാതെ ഒറ്റയ്ക്ക് നടു റോട്ടിൽ ഇറങ്ങി നടക്കുന്നേ. അവരൊക്കെ പിടിച്ചു കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് പൈസ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ കൊട്ടേഷൻ കേസിന് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ പൈസ വേണ്ടി വരും. മിനിമം ഒരു 10 lakh എങ്കിലും വേണ്ടി വരും. അഡ്വാൻസ് 3 lakh വേണം. ഓ, എത്രയാണെന്ന് വെച്ച് തരാം. താൻ കാര്യം ചെയ്തെന്നാ മതി. മാഡം, പൈസ പെട്ടെന്ന് തന്നില്ലെങ്കിലുണ്ടല്ലോ ഈ ആശാന്റെ സ്വഭാവം അങ്ങ് മാറുവേ. കാര്യം കഴിഞ്ഞ് എനിക്ക് പൈസ തരാതെ ഇരിക്കാനാണ് മാഡത്തിന്റെ പരിപാടിയെങ്കിലും ഉണ്ടല്ലോ. ഈ ആശാനെ കുറെ ജയില് കണ്ടതാ. ഞാൻ അങ്ങ് പോയി പറയും, നിങ്ങളുടെ പേരും പറയും. പിന്നെ നമുക്ക് ഒരുമിച്ച് ജയിലിൽ കിടക്കാം. താൻ ആദ്യം പറഞ്ഞ പണി ചെയ്യടോ, എന്നിട്ടാവാം ബാക്കി. താനിങ്ങനെ എങ്ങനെ വിശ്വസിച്ച് പണി എടുപ്പിക്കുമോ? നീ മാഡത്തിന് എന്നെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു. ഏനാ, a brilliant kidnapper, the number one criminal in the world. ഓക്കെ ഓക്കെ, സ്വയം പൊക്കിയത്. ഞാൻ ആളുടെ പിക്ക് വിട്ടരാം. Okay madam, I'm waiting for your message. ഒത്തിരി തടിച്ചിയാലോ. ഇതിനെ പൊക്ക 2 പേരും കൂടി വേണം. എന്താ പിങ്കി? ആ കിട്ടി പിങ്കി. ആ പിങ്കി, 3-4 പേരുടെ ആവശ്യമുണ്ട്. ഡി പിങ്കി, ഉച്ചക്കൊക്കെയുള്ള കഞ്ഞായോടി. എന്ന് കഞ്ഞി വെച്ചില്ലെങ്കിൽ ജോലിന്ന് പിരിച്ചുവിടും. ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടിക്കൂടാണ്. ഓ, നിന്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് കൊച്ചേ, നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അണ്ണേനെ ഞാൻ ഇത്ര സ്നേഹിക്കുന്നുണ്ടന്നെ. ഷേണേ, അതതിലും വലുത്. പുല്ല്. മോളെ ദേവു, ആ പടക്കത്തിന്റെ പെട്ടിയൊക്കെ കൊണ്ടുപോടാ. എന്താ മോളെ? അമ്മക്ക് കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് മോളെ. മോളെ പാറു, അമ്മ നിനക്ക് വേണ്ടി തന്നെയല്ലേ സമ്പാദിക്കുന്നത്. എന്ന് കരുതി വല്യമ്മേ 24 മണിക്കൂർ ജോലിക്ക് ഇരിക്കാറായോ? മോള് പറഞ്ഞത് ശരിയാ. നിനക്ക് അവളെ കൊണ്ടുവരായിരുന്നില്ലേ? അതെങ്ങനെയാ ഏട്ടാ? അവള് പറഞ്ഞാ കേൾക്കണ്ടേ? അവൾക്ക് എന്തിനേക്കാൾ മുഖ്യം ജോലിയാ. എന്റെ ഗണേശെ, ഈ ജോലി മാത്രം വെച്ചിരുന്നാ നമ്മുടെ മക്കൾക്ക് സന്തോഷം വരുന്നാണോ നിങ്ങളുടെ വിചാരം? എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കണ്ടേ? ചിലപ്പോഴൊക്കെ ഞാൻ ഏട്ടന്റെ ജീവിതം ആഗ്രഹിച്ചു പോകും. ഒരു ബിസിനസ് തുടങ്ങിയത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. കാശ് കൊണ്ട് മാത്രം സന്തോഷം ഉണ്ടായില്ലെന്ന് എനിക്ക് മനസ്സിലായി ഏട്ടാ. ഏടാ, ബിസിനസ് ഒക്കെ വേണമെടാ. നിന്റെ മകൾക്ക് അത് നല്ലത് തന്നെയാ. പക്ഷെ നിങ്ങൾ അവളെ ലാളിക്കാൻ മറക്കരുത്. എനിക്കെടുത്ത് ചെറിയൊരു ജോലിയാ. ആ ജോലി വെച്ച് ഞങ്ങൾ 4 പേരും സന്തോഷമായി ജീവിക്കുന്നു. അവര് പെരുന്നാളായിട്ട് ഉമ്മാനെ വിട്ടു പോയിക്കാ. ആണോ? ഉസ്മാൻ ഇതൊക്കെ മിസ്സായി. അച്ഛൻ പൊട്ടിച്ചതാ. അതിനെന്താ മക്കളെ, അച്ഛൻ പൊട്ടിച്ചു തരാം. ഗണേശെ, നീ പൊട്ടിക്കുന്നില്ലേ? അത് വേണ്ട കേട്ടാ. എനിക്ക് ചെറുപ്പം മുതൽ പടക്കം പേടിയോ. അതുകൊണ്ട് തന്നെയാ എന്നോട് ചോദിച്ചത്. അച്ഛന് പടക്കം പേടിയാണോ? എന്താ ചെറിയ പടക്കത്തേക്ക് പേടിക്കാൻ പാടുണ്ടോ? എന്താ ഇതേട്ടാ, കുട്ടികളുടെ മുമ്പിൽ ഞാൻ നാണം കേട്ടല്ലോ. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ കുട്ടികളുടെ മുമ്പിൽ നിന്റെ പേടിയെ കുറിച്ച് പറഞ്ഞത്. അയ്യേ, ചെറിയച്ഛന് ഇത്ര പേടിയായിരുന്നു പടക്കം. ഞാൻ വന്ന് കാലത്തോട്ടെ പടക്കം പൊട്ടിക്കുമ്പോ ഗണേശാണ് ഒരൊറ്റ ഓട്ടം ഓടുന്നത്. ഞങ്ങൾക്ക് ചെറുപ്പത്തിലായിരിക്കുമ്പോ വിഷുവിന് പടക്കം പൊട്ടിക്കുമ്പോ ലില്ലിക്ക് എനിക്ക് ഭയങ്കര ആഹ്ലാദമായിരിക്കും. ഇവനാണെങ്കിൽ പോരാത്തൊരു പേടിയും ഓട്ടവും പേടിയും. അന്ന് രാത്രി ഉറക്കം പോലും വരത്തില്ല. അല്ലേ ലില്ലി? അതെ ഏട്ടാ മതി. എന്താ ലില്ലി ക്ലാരമോൾ അവിടെ ഇരിക്കുന്നത്? ഇവരുടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങാൻ വരാ. ക്ലാരമോളുടെ ഫ്രണ്ടും ഉണ്ടല്ലോ. 2 പേരും ഇങ്ങോട്ട് വാമക്കളെ. വേണ്ട മാമ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. നിങ്ങൾക്കും എന്താ ചെറിയ മാമനെ പോലെ പേടിയാണോ പടക്കം പൊട്ടിക്കാനായിട്ട്? ചേച്ചി, അവളുടെ പ്രശ്നം. ഞാനാണെങ്കിൽ നീ പോയിക്കോളെ ചേച്ചി. ഓ, നീ പോകലടി. എല്ലാ വിഷയവും നമ്മളല്ലേ ആഘോഷിക്കാനുള്ളത്. ഈ വിഷയമല്ലേ അവള് വന്നത്. എനിക്ക് നിങ്ങൾ 2 പേരും ഒരുപോലെ തന്നെയാ. നിങ്ങൾ 2 പേരും ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് വിഷയം? അതല്ല ചേച്ചി, അവളുടെ പ്രശ്നം ഞാനല്ലേ. നീ ഒന്ന് പോയിക്കേ, കുട്ടികളുടെ സന്തോഷം നോക്കിയേ. നീ ഇപ്പൊ ഇവിടുന്ന് പോയാൽ അവർക്ക് എത്ര സങ്കടമാവും. അതുകൊണ്ട് ചേച്ചി, ഞാൻ ഇഷ്ടമില്ലാതെ ഇങ്ങോട്ട് വന്നത്. ഇന്ന് തുടങ്ങാം അല്ലേ? നന്നായിട്ട് കത്തുന്നുണ്ടല്ലേ? അങ്കിളെ നന്നായി കത്തുന്നുണ്ട്. അയ്യോ, തീർന്നല്ലോ. നമുക്കടുത്ത് ചക്ര മാറ്റിക്കാം. അയ്യോ ഏട്ടാ, അത് വേണ്ട. കുട്ടികളുടെ മേത്തോട്ട് കാവും. നീ ഒന്ന് പോയിക്കോടി. ഇന്നേ വിഷുത്തലേന്നാ. ഇന്ന് അടിച്ച് പൊളിക്കാനുള്ള ദിവസം, പേടിച്ചിരിക്കാനുള്ളതല്ല. അയ്യോ അയ്യോ, ഇത് എന്റെ അടുത്തേക്കല്ലേ വരുന്നത്.
ഏട്ടാ ശ്രദ്ധിക്ക്, അത് നിൽക്കുന്നില്ല. അയ്യോ ഇതൊന്നും നിൽക്കാത്തേട്ടാ. ഏട്ടാ ഇതെന്റെ കാലിലേക്ക് വരുമോ? മാറി നിന്നാ ചിലപ്പോ വന്നേക്കും. ഏട്ടാ നിന്റെ ഫോണാണ് അടിക്കുന്നത്. അതെ എന്റെ തന്നെയാ. മോളെ എന്നാ നീ എടുക്ക്, ഞാൻ അങ്ങോട്ട് പോയി വിളിക്കാതെ. എവിടെയാണ് താൻ? മാഡം താൻ എവിടെയായിരുന്നോ? അവിടെ ഏകദേശം പരിപാടിക്ക് തീരാറായി. മാഡം ആ ബോക്സിൽ ഞാൻ വെച്ച സാധനം വെച്ചിട്ടില്ലേ? ആ ഏതാ ഒരു റോക്കറ്റ് പോലെ ഇരിക്കുന്ന സാധനം? അത് പൊട്ടിക്കാൻ പറ അവരെടുത്ത്. അത് പൊട്ടിക്കുമ്പോ അവിടെ ഫുള്ള് ഇരുട്ടാകും. അവിടെ ഫുള്ള് എല്ലാവരുടെ കണ്ണിൽ പുകയാവും. ആ ടൈമിൽ ഞാൻ ആ കുട്ടിയെ പൊക്കിക്കോളാം. അപ്പൊ എന്റെ കണ്ണിൽ കേറത്തില്ലടോ? ഓ ഒരു പുകയല്ലേ, കുറച്ച് കഴിഞ്ഞ് അങ്ങ് പൊയ്ക്കോളും. ഒരു കറുത്ത പുകയാ, എല്ലാവരുടെയും കണ്ണിലേക്ക് അടിക്കും. അതടിച്ച ശേഷം പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. കുറച്ചു നേരത്തേക്ക് ഫുള്ളും പുകയായിരിക്കും. ആ ടൈമിൽ ഞാൻ ആ കുട്ടീനെ പൊക്കിക്കോളാം. ഉറപ്പാണോടോ? ഉറപ്പ്. ഇതെങ്ങനെയാണ് മക്കളെ? അടിപൊളി വല്യച്ഛാ. അടിപൊളിയല്ലേ? വിഷു സൂപ്പർ ആയില്ലേ മക്കളെ? പൊളിച്ചു വാങ്ങളെ. ഏട്ടാ ഏട്ടാ റോക്കറ്റ് ഇരിപ്പുണ്ട്, അത് പൊട്ടിക്കേ. അത് അവസാനം പൊട്ടിക്കേറി റോക്കറ്റ് അല്ലേ? അല്ല നീയല്ലേ ഇതിനൊക്കെ ഒന്നും ഇല്ലാതെ അവിടെ കയറി ഇരിക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഓ എനിക്ക് ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട് ഏട്ടാ. എങ്ങനെയുണ്ടേ ഇവന്റെ കിടി പോയത് കാണിക്കുമ്പോഴാ എനിക്ക് ആകെ ചിരി വരുന്നേ. പാവം അവൻ ഇങ്ങനെ കളിയാക്കല്ലേ ഏട്ടാ. അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ. എന്നെ കുറെ നേരമായി കുട്ടികളുടെ മുമ്പിൽ വെച്ച് കളിയാക്കാൻ തുടങ്ങിയിട്ട്. പാവം ഗണേശ് ഒരുപാട് നാണം കേട്ടു. മതി ഏട്ടാ മതി. ഏട്ടാ ഏട്ടാ റോക്കറ്റ് പൊട്ടിക്കേ. പൊട്ടിക്കാടി. എനിക്ക് റോക്കറ്റ് ഇഷ്ടം. നീ ആരടി കൊച്ചു ആവയോ? കുട്ടികളുടെ ഇഷ്ടമോ നോക്കാം, നിന്റെ ഇഷ്ടമല്ല. മാമ റോക്കറ്റ് പൊട്ടിക്കോ. ഞാൻ പറഞ്ഞൊന്നും ഇതുവരെ പൊട്ടിച്ചില്ല. അതിന് മോളൊന്നും പറഞ്ഞില്ലല്ലോടാ. മോളൊരു മോനില് വെറുതെ ഇരിക്കുമല്ലേ? മാമൻ എന്റെ അടുത്തൊന്നും ചോദിച്ചില്ല, പിന്നെ ഞാൻ എന്തോന്ന് പറയാനാ മാമ. എന്നാ മക്കളിങ്ങനെ ഇറങ്ങി വാ, നമുക്ക് റോക്കറ്റ് പഠിക്കാം. ആ നീ അവിടെ തന്നെ ഇരുന്നോ ക്ലാരെ, അവര് പൊട്ടിച്ചോളൂ. ഓക്കെ മമ്മി. ഏട്ടാ പെട്ടെന്ന് റോക്കറ്റ് പൊട്ടിക്കേ. ആ നീ ഒന്ന് അടങ്ങിയിരിക്കും പെണ്ണെ, ഞാൻ ഇപ്പൊ പൊട്ടിക്കാം. അത് എടുക്കട്ടെ. അച്ഛാ റോക്കറ്റ് ഇത്തിരി ഡേഞ്ചർ അല്ലേ? ദിശ മാറിപ്പോയാലൊക്കെ ഡേഞ്ചർ ആണ്. വല്ല തെങ്ങിലോ ഓലയിലൊക്കെ ചെന്ന് വീണാ തട്ടിപ്പിടിക്കും. എന്താ ഏട്ടാ ഇത്? ഞാനൊരു കാര്യമല്ലേ പറഞ്ഞോളൂ, അതുപോലും ചെയ്യാൻ വയ്യ. അതിന്റെ ഏട്ടന്റെ മോക്ക് വേറെ അഭിപ്രായം. എന്റെ മോളോ നമ്മുടെ മക്കളെല്ലാം എല്ലാവരും. ഓ ഏട്ടാ എന്തായാലും ദേവു പറഞ്ഞത് തെറ്റാ. ഞാൻ പറഞ്ഞതുപോലെ ദേവു അനുസരിക്കുന്നില്ലല്ലോ. അതല്ല ആന്റി, റോക്കറ്റ് ഭയങ്കര ഡേഞ്ചറാ. പിന്നെ എന്തിനാ മോളെ റോക്കറ്റ് വാങ്ങിയിരിക്കുന്നേ? അത് പെട്ടിൽ വെച്ച് പൂട്ടാനാണോ? അതല്ല ആന്റി, എനിക്ക് പൊതുവെ റോക്കറ്റ് പേടിയാ, അതുകൊണ്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഡേഞ്ചർ ആണെങ്കിൽ വേണ്ട ഏട്ടാ. അല്ലടി അവളാ ഇനിയിപ്പോ ഏതാണ് പൊട്ടിച്ചേ? ആ ലിലിക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാം. ഏട്ടാ നല്ലതുപോലെ ശ്രദ്ധിച്ച് പൊട്ടിക്കണേ. ചപ്പി നീ ഇങ്ങോട്ട് പോന്നേ, റോക്കറ്റ് അടുത്തേ പൊട്ടിക്കാൻ പോകുന്നേ. അമ്മ ഒന്ന് പൊക്കേ അവിടുന്ന്. ഞാനൊന്ന് ആശ്വസിച്ച് നിൽക്കട്ടെ ഇവിടെ. നിനക്ക് റോക്കറ്റ് എത്തുമ്പോ പേടിയാവില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, അമ്മന്ന് വേണ്ടാന്ന് പൊയ്ക്കാ അവിടുന്ന്. ഏട്ടാ എത്ര തവണയായി പറയേണ്ടത്? പെട്ടെന്ന് എടുത്ത് പൊട്ടിക്കാൻ നോക്ക്. എന്താ ആന്റിക്ക് ഇത്ര എടുക്കാം? ആന്റിക്ക് ഈ റോക്കറ്റിനോട് എന്താ ഇത്ര ഇഷ്ടം? ഇത്ര നേരം റോക്കറ്റ് എടുത്ത് പൊട്ടിക്കാണെന്ന് പറഞ്ഞില്ലല്ലോ. ആന്റിക്ക് പെട്ടെന്ന് എന്താ പറ്റി? തലയിലോട്ട് എന്തെങ്കിലും വീണോ? രണ്ടു പേർക്ക് എന്റെ കയ്യിൽ കിട്ടുകയും മിണ്ടാണ്ടിരിക്കും. കൊച്ചുകളുടെ ഒരു കാര്യം. പെട്ടെന്ന് റോക്കറ്റ് എടുത്തൊന്ന് പൊട്ടിക്കേട്ടാ, എനിക്ക് കൊതിയായിട്ട് വയ്യ. ഓക്കേ മോളെ, ഇപ്പൊ കത്തിക്കാം. ഓ റെഡി 1 2 3. നിക്ക് നിക്ക്, ഞങ്ങൾ എല്ലാവരും നിന്നിട്ടേ. 1 2 കത്തിക്കാൻ പോവാണേ. കത്തിക്കാൻ പോവാണേ. 3 ഷടേ.